നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ നിരവധി സ്മാർട്ട് ഫോണുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം സ്മാർട്ട് ഫോണുകളിലെല്ലാം ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫോട്ടോകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ സ്മാർട്ട് ഫോണിൽ എടുക്കുന്ന ഫോട്ടോകളും മികച്ച ക്യാമറകൾ എടുക്കുന്ന ഫോട്ടോകളും തമ്മിലുള്ള അന്തരം എപ്പോഴും കൂടുതൽ തന്നെ ആയിരുന്നു. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുത്ത ഫോട്ടോകൾ കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് സംശയിച്ചു പോകും. ഇതൊരു സ്മാർട്ട് ഫോണിൽ തന്നെ എടുത്ത ഫോട്ടോ ആണോ എന്ന് ആരും സംശയിക്കും. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്യാമറ ലൈക്ക് അല്ലെങ്കിൽ ഒരു DSLR ക്യാമറ ലൈക്ക് ഫോട്ടോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് എടുത്ത ഇത്തരം ചിത്രങ്ങൾ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു വരുന്നത് Xiaomi 13 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. നമ്മൾ ഇതിൻ്റെ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ അത് അവർ തന്ന ഒരു സമയത്തിനുള്ളിൽ സ്മാർട്ട് ഫോൺ പെട്ടെന്ന് കിട്ടിയതേ ഉള്ളൂ. ജസ്റ്റ് യാതൊരുവിധ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസും പറയാതെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് നിങ്ങൾ മികച്ചൊരു സപ്പോർട്ടാണ് നൽകിയത്. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് Xiaomi 13 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ വർഷം Xiaomi പുറത്തിറക്കിയ Xiaomi 12 Pro ഇത് തന്നെ ക്യാമറയിൽ വേറെ ലെവലായിരുന്നു. ഇത്തവണ 13 Proയിലേക്ക് വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ക്യാമറയിൽ ഇത്തരത്തിൽ ലൈക്ക സപ്പോർട്ട് നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. Xiaomi 12 Proയിൽ തന്നെ മൂന്ന് ക്യാമറകളും 50 മെഗാ പിക്സലിന്റെ സെൻസറായിരുന്നു. ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല, 3 സെൻസറുകളാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈമറി സെൻസർ, വൈഡ് ആംഗിൾ, ടെലിഫോട്ടോ, 50 മെഗാ പിക്സലിന്റെ ക്യാമറ, ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. കൂടാതെ ഈ ഒരു ലൈക്ക് കൂടി ചേരുമ്പോൾ വേറെ ലെവൽ. എസ്പെഷ്യലി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ടെലിഫോട്ടോ സെൻസർ 75mm എടുക്കുന്ന ടെലിഫോട്ടോകളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്ന് വേണം പറയാൻ. അപാരമായിട്ടുള്ള ക്വാളിറ്റി നൽകുന്നത് ആ ഒരു ടെലിഫോട്ടോ സെൻസറാണ്. ബാക്കിയൊക്കെ സാധാരണ സ്മാർട്ട് ഫോണുകളിലേക്ക് മുന്നിൽ നിൽക്കുന്നു. എങ്കിലും ടെലിഫോട്ടോയെ വെല്ലാൻ മറ്റൊരു ക്യാമറ ഇന്നുവരെ ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത്രയും മികച്ച ഒരു ഫോട്ടോ ക്വാളിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. വീഡിയോയിൽ അത്ര ഭയങ്കര ഒരു സംഭവം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നുന്നില്ല. വീഡിയോ ഓക്കെ, മോശമൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു ഫോട്ടോ നൽകുന്ന ക്വാളിറ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ എന്നെ ഞെട്ടിച്ച മറ്റൊരു ഘടകമുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മാക്രോ വീഡിയോ അതൊരു രക്ഷയുമില്ല. മനോഹരമായിട്ടുള്ള മാക്രോ വീഡിയോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ഇതിനകത്ത് എന്നെ ഒരൊറ്റ കാര്യം മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ എന്നെ നിരാശപ്പെടുത്തിയുള്ളൂ. ഓക്കെ, അത് ഞാൻ ഇപ്പോഴേ പറയുന്നില്ല, അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. എന്ത് തന്നെയായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് സിറാമിക് ഗ്ലാസ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഇനിഷ്യൽ ഇംപ്രഷൻ വീഡിയോയിൽ തന്നെ പറഞ്ഞു, ഒരു മാർബിൾ പീസൊക്കെ കയ്യിൽ പിടിച്ചാൽ എങ്ങനെയാണ് അത്തരം ഒരു ഫീലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. നോക്കി, ഗ്ലോസി ഡിസൈൻ ആണ്, ഗ്ലാസ് ആണ്, പക്ഷേ ഒരു ഫിംഗർ പ്രിന്റ് പോലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്കിൽ പതിയുന്നില്ല എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. എനിക്ക് ഈ ഒരു വൈറ്റ് കളർ എസ്പെഷ്യലി ഒരു എലിഗന്റ് ലുക്ക് സമ്മാനിക്കുന്നു എന്ന് പറയാതെ പോയി. എസ്പെഷ്യലി നമ്മൾ മുണ്ട് ഒക്കെ എടുത്ത് അതുപോലെ വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് പോകുമ്പോൾ ഈ ഒരു ഫോൺ ഇങ്ങനെ കൈ പിടിക്കണം, പോക്കറ്റിലൊന്നും എടുത്തത് കയ്യിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വേറെ ലെവൽ മനോഹരമായിട്ടുള്ള ഡിസൈൻ. വളരെ ഒരു സിംപ്ലിസിറ്റി എന്തായാലും ഇത്തരത്തിൽ Xiaomi 12 Proയിലും 13 Proയിലും Xiaomi വരുത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. ക്യാമറ മൊഡ്യൂൾ ഒരു അല്പം വലുതാണെങ്കിലും മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇവിടെ Xiaomi എന്ന് എഴുതിയിട്ടുണ്ട്. പല സൈഡിലാണ് ഇത്തരത്തിൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കൊടുത്തിരിക്കുന്നത്. മെറ്റാലിക് ഫ്രെയിമാണ്. അതുപോലെ മുകളിൽ ഇതുപോലെ IR ബ്ലാസ്റ്ററും സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സിം ട്രേ ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്യുവൽ നാനോ സിം കാർഡാണ് ഇതിൻ്റെ സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതുപോലെ സ്റ്റീരിയോ സ്പീക്കറുകളാണ്. USB Type-C ചാർജിംഗ് പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ 8.38 mm ഉള്ളൂ ഇതിൻ്റെ തിക്നെസ്. കാരണം ഡിസ്പ്ലേ കർവ് ചെയ്ത് വരുന്നു. അതുപോലെ ബാക്കും ഇവിടെ ഇങ്ങനെ കർവ് ചെയ്ത് വന്ന് വളരെ നേർത്ത് വരുന്നുണ്ട്. അതുപോലെ വെയിറ്റ് ഒരു അല്പം കൂടുതലാണ്. 229 ഗ്രാമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ്. അത് ഈ ഒരു സിറാമിക് ഗ്ലാസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും. പക്ഷേ ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഏതാണ്ടൊക്കെ ഈക്വൽ ആണെന്നൊക്കെ പറയേണ്ടി വരും. നല്ല ഗ്ലോസിയാണ് കേട്ടോ, കയ്യിൽ നിന്ന് തെന്നിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട് ആ ഒരു സിറാമിക് ഗ്ലാസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം ഓക്കെ ആണെന്ന് പറയേണ്ടി വരും. ഈ ഒരു 229 ഗ്രാം ഉണ്ടെന്ന് നമ്മൾ എടുത്തു പറഞ്ഞാലേ വിശ്വസിക്കും. കയ്യിൽ പിടിച്ചാൽ അത്രയും അങ്ങ് വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ലെന്നുള്ള കാര്യം സത്യസന്ധമായിട്ട് പറയട്ടെ. ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ, 6.73 ഇഞ്ചിന്റെ കർവ്ഡ് E6 AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതും 2K റെസൊല്യൂഷൻ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതും LTPO ടെക്നോളജിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതായത് വേരിയിങ് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സ് മുതൽ 120 ഹെർട്സ് വരെ വേരി ചെയ്യും. അപ്പോൾ റിഫ്രഷ് റേറ്റ് കുറഞ്ഞു നിൽക്കേണ്ട സമയങ്ങൾ വളരെ കുറച്ച് ആയിരിക്കും ഇതിന്റെ ഒരു റിഫ്രഷ് റേറ്റ്. അതുകൊണ്ട് തന്നെ ബാറ്ററി കൺസംഷൻ വളരെ കുറവായിരിക്കും. ഈ ഒരു സ്മാർട്ട് ഫോൺ ഡിഫോൾട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഇതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HD റെസൊല്യൂഷനിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ 2K റെസൊല്യൂഷനിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്ത് മാറേണ്ടതുണ്ട്. അത് അറിഞ്ഞുകൂടാത്തൊരു പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഫുൾ HD റെസൊല്യൂഷൻ തന്നെ ഉപയോഗിച്ച് പോകും. അതുപോലെ എനിക്കൊന്ന് റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കുറച്ചാണ് ഡിഫോൾട്ടായിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഹയർ റിഫ്രഷ് റേറ്റിലേക്ക് ഞാൻ പിന്നീട് മാറിയതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് തന്നെയായാലും അത്തരത്തിൽ റിഫ്രഷ് റേറ്റും കൂട്ടി ഇതിൻ്റെ റെസൊല്യൂഷൻ വന്നിട്ട് 2K റെസൊല്യൂഷനിലേക്ക് മാറ്റി കഴിയുമ്പോഴാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്താ പറയുന്നത്, തൊട്ടാൽ ഇങ്ങനെ
ഒരു എന്താ പറയുക, ഒരു ബട്ടറി സ്മൂത്തിലേക്ക് മാറുന്നത് നമുക്ക് ഫീൽ ചെയ്യും. മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ, ഒന്നും പറയാനില്ല, അതിമനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ. ഈ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും ഈ സൈഡിലൊന്നും യാതൊരു ബെസലുകളില്ല. അതുപോലെ മുകളിലും താഴെയുള്ള ബെസലും വളരെ തിന്നാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു സെന്റർ ക്യാമറ കണ്ടില്ലേ, പഞ്ച് ഹോൾ ക്യാമറ, അതിന്റെ സൈസ് എന്ന് പറയുന്നത് സാധാരണ പല സ്മാർട്ട് ഫോണിലും നമ്മൾ പഞ്ച് ഹോൾ ക്യാമറ കാണുന്നത്, അതിലൊന്നും ഇല്ലാത്ത കണക്ക് വളരെ കുഞ്ഞൻ സൈസാണ്. ഒരു കടുകുമണി വലുപ്പത്തിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് അത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ അനുഭവത്തെ അത് ഒട്ടും തന്നെ മറയ്ക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയട്ടെ. ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ്സും 1900 നിറ്റ്സ് ആണ്, അതായത് 2000 നിറ്റ്സിന് അടുത്ത്. ഐഫോൺ 14 സീരീസിലാണ് മാക്സിമം ബ്രൈറ്റ്നസ് 2000 നിറ്റ്സ് വന്നിട്ടുള്ളത്. ഏതാണ്ട് അതിനടുത്ത് നിൽക്കുന്നു ഈ ഒരു സ്മാർട്ട് ഫോണിന്റെയും പീക്ക് ബ്രൈറ്റ്നസ് 1900 നിറ്റ്സ്. അതും ഈ ഒരു സ്മാർട്ട് ഫോണിന് മികച്ച ഒരു ലുക്ക് ഡിസ്പ്ലേയിൽ നൽകുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ ആണ്, HDR10+ന്റെ സപ്പോർട്ട് ഉണ്ട്, ഡോൾബി വിഷൻ സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂവി വാച്ചിങ് ഒക്കെ വേറെ ലെവൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ചെറിയ പോറലുകളൊന്നും അങ്ങനെ അധികം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ വരില്ല. ഇന്ന് വരെ ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടോപ്പ് പ്രോസസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഒരു കുറവും ആ കാര്യങ്ങളിലൊന്നും ഈ ഷവോമി വരുത്തിയിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാം. 12GB റാമും അതുപോലെ 256GB ഇന്റേണൽ മെമ്മറിയുമാണ് നൽകിയിരിക്കുന്നത്. റാം ടൈപ്പ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് റാം ആയിട്ടുള്ള LPDDR5X റാം കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്ന UFS 4 കൊടുത്തിരിക്കുന്നു ലേറ്റസ്റ്റ്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഏറ്റവും ടോപ്പ് നോച്ച് ആണെന്ന് പറയേണ്ടി വരും. ഏകദേശം 13 ലക്ഷത്തിന് അടുത്തുള്ള AnTuTu സ്കോറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. മികച്ച ഒരു പെർഫോമൻസ് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കും. അവിടെ എങ്ങാനും ഏതെങ്കിലും കാര്യത്തിൽ ഒരു കുറവ് ഷവോമി വരുത്തിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടോ? ഒന്നുമില്ല. പക്ഷേ ഒരു കുറവുണ്ട്, അത് ഞാൻ പറയാം. ബാറ്ററിയുടെ കേസിൽ വന്നാൽ 4820 mAh ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പം 4000 എന്ന് കേട്ട് നെറ്റി ചുളിക്കാൻ വരട്ടെ, 5000 mAh വെറും 80 mAh കുറവേ ഉള്ളൂ എന്ന് ഓർക്കുക. 4820 mAh ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബാറ്ററി എഫിഷ്യൻസി ഒക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. ഞാൻ നമ്മളുടെ ഇനിഷ്യൽ ഇംപ്രഷൻ വീഡിയോ തന്നെ പറഞ്ഞാണ്, നമ്മൾ ഫുൾ ചാർജ് ചെയ്തിട്ട് ചാർജിൽ നിന്ന് ഫോൺ ഊരി മാറ്റി രാത്രി മുഴുവൻ വെച്ചിരുന്നാൽ, നമ്മൾ ഉപയോഗിക്കാതെ രാത്രി മുഴുവൻ വെച്ചിരുന്നാൽ സാധാരണ പല സ്മാർട്ട് ഫോണുകളിൽ ഒരു 5%, 6% ഒക്കെ ബാറ്ററി ഡ്രെയിൻ ആകാറുണ്ട്. ഇവിടെ 1% പോലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും ഡ്രെയിൻ ആകുന്നില്ല എന്നുള്ളതും ഉറപ്പിച്ചു പറയാം. ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ക്യാമറകളാണ്. അത് 50 MP വീതം നൽകിയിരിക്കുന്നു. പ്രൈമറി, വൈഡ് ആംഗിൾ, ടെലിഫോട്ടോ ആണ് ഇതിനകത്ത് ഏറ്റവും ടോപ്പ്. അതുപോലെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഇതുപോലെ 8K റെസൊല്യൂഷനിൽ 24 frames per second വരെയുള്ള വീഡിയോകൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 32 MP സെൽഫി ക്യാമറയാണ്. അതും മികച്ച ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. മികച്ച സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ ഫുട്ടേജുകൾ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാം. ഷവോമി പൊതുവെ പഴി കേൾക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അവരുടെ യൂസർ ഇന്റർഫേസ് ആണ്. പക്ഷേ ഇവിടെ MIUI 14 അവരുടെ ലേറ്റസ്റ്റ് യൂസർ ഇന്റർഫേസ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 13 ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. 3 പ്രധാന ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് ഇത്തവണ ഷവോമി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകുന്നത്. ബ്ലോട്ട് വോയിസുകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ബ്ലോട്ട് വോയിസുകളൊന്നുമില്ല. പിന്നെ ഇത്രയും ആപ്ലിക്കേഷൻ എവിടുന്ന് വന്നു ചോദിച്ചാൽ ഞാൻ എൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണാണ്. സത്യം പറഞ്ഞാൽ S23 Ultra ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി കണ്ട് ഞാൻ എൻ്റെ സിം ഇതിലേക്ക് മാറ്റി. കാരണം ഇനിയും കുറേ ഫോട്ടോകളൊക്കെ എടുക്കണമല്ലോ എന്ന കൊതി കൊണ്ട്. അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഷവോമി 13 Pro. തീർന്നില്ല, ഒരു കുറവുണ്ട് പറയാം. മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞാൽ മികച്ച സ്റ്റീരിയോ സ്പീക്കർ, ഒന്നും പറയാനില്ല. അതുപോലെ വീഡിയോ ക്വാളിറ്റിയും അതിമനോഹരം തന്നെയാണ്. ഇതിൻ്റെ ബ്ലാക്ക് ഒക്കെ കണ്ടില്ലേ, വളരെ ഷാർപ്പാണ്. മനോഹരമായിട്ടുള്ള മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നു. എസ്പെഷ്യലി ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും സൗണ്ട് ക്വാളിറ്റി വേറെ ലെവൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം, പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും ഒഴിവാക്കുന്ന വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതും വെറും വയർലെസ് ചാർജിങ് സപ്പോർട്ട് അല്ല, 50 വാട്ടിലാണ് നമുക്ക് വയർലെസ് ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. അതായത് ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് അക്ഷരം തെറ്റാതെ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ വിളിക്കാം. റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. മറ്റൊരു വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ള ഒരു ഫോണോ ഹെഡ്സെറ്റോ ഒക്കെ നമുക്ക് ഇതിന്റെ പുറത്ത് വെച്ച് നമുക്ക് അതുകൊണ്ട് തന്നെയും ചാർജ് ചെയ്യാനും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആദ്യം തൊട്ടേ പറയുന്നുണ്ടല്ലോ ഒരു കുറവുണ്ടെന്ന്. അതൊരു കുറവ് തന്നെയാണ്, അതൊരു 1.5 കുറവാണ്. ഇത്രയും ക്യാമറയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഇത് ഒരു ഫുള്ളി ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ വിളിക്കേണ്ടി വരും. ക്യാമറ സെൻട്രിക് മാത്രമല്ല, പെർഫോമൻസിനൊന്നും ഒരു കുറവില്ല. അപ്പോൾ 4K സപ്പോർട്ട് ഫ്രണ്ട് ക്യാമറയിൽ കൊടുത്തിട്ടില്ല. അതെനിക്കൊരു കുറവായിട്ട് തന്നെ തോന്നുന്നു. അതിപ്പോൾ വരുന്ന പല സ്മാർട്ട് ഫോണുകളിലും ഈ ഫ്രണ്ട് ക്യാമറയിൽ ഇത്തരത്തിൽ 4K സപ്പോർട്ട് കൊടുക്കാറില്ല.
കൊടുക്കാറില്ല. അതാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ തോന്നിയ ഒരു കുറവ്. പിന്നെയും കുറവുകൾ വേണമെങ്കിൽ പറയുന്നത് വെച്ചാൽ വെയിറ്റ് ഇച്ചിരി കൂടുതലാണെന്ന് വേണേൽ പറയാം. 229 ഗ്രാം വെയിറ്റ്, അതൊരിക്കലും ഒരു വലിയ വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ 5000 mAh ഇല്ല എന്ന് വേണമെങ്കിൽ ചിലർക്കെങ്കിലും ഒരു പരാതി പറയാം. 4820 mAh അല്ലേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അതൊന്നും ഒരിക്കലും ഒരു കുറവല്ല. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്, ഓർക്കുക മെമ്മറി എക്സ്പാൻഷൻ സാധിക്കില്ല. അത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിലും മെമ്മറി കാർഡ് ഇടാൻ സാധിക്കില്ല. അതുപോലെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ള 3.5mm ഓഡിയോ ജാക്കും ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിലും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അത് പരാതിയായിട്ട് പറയുന്നുമില്ല. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് ഷോമി വിൽക്കുന്നത് 69,999 രൂപയാണ്. 70,000 രൂപ. ഓർക്കുക, അതും 10,000 രൂപ ICICI ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ്. ആ ഒരു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ 69,999 രൂപ, അല്ലെങ്കിൽ 79,999 രൂപയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആക്ച്വൽ പ്രൈസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നെങ്കിൽ നിങ്ങളുടെ ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ആ ഒരു ICICI ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് ആ പൈസയും കൊടുത്താൽ മതിയല്ലോ, പ്രശ്നം തീരുമല്ലോ. എന്നാലും 10,000 രൂപ അവിടെ നമുക്ക് സേവ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്ത് തന്നെയായാലും ആ പ്രൈസിനല്ല, ഇനി ICICI ബാങ്കിൻ്റെ ആ ഒരു 10,000 ഡിസ്കൗണ്ട് നമുക്ക് കിട്ടിയില്ലെങ്കിലും ആ പ്രൈസിലും ഒരു മികച്ച വാല്യൂ ഫോർ സ്മാർട്ട് ഫോൺ തന്നെയാണ്. എസ്പെഷ്യലി വീണ്ടും പറയുന്നത് ഇതിൻ്റെ ടെലിഫോട്ടോ ഒരു രക്ഷയില്ല.